ആലപ്പുഴ കൈനകരി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നീരൊഴുക്ക് നിലച്ച് തോട് മലിനമായതോടെ പ്രാഥമിക ആവശ്യത്തിന് ജലമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. മേച്ചിലാത്രയിൽ പാലത്തിന്റെ നിർമ്മാണത്തിനായി ബണ്ട് നിർമ്മിച്ചതോടെയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കു പോലും ജലമില്ലാതെ പ്രദേശവാസികൾ ദുരിതത്തിലായത്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ബണ്ട് ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല. ഇത് 6 മാസത്തിനുള്ളിൽ ഈ മുട്ട് പൊളിക്കും. അതിന് മുമ്പ് ഞങ്ങൾ പണിയെല്ലാം തീർത്തി മുട്ട് പൊളിച്ചു വരാമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പം 2025 വർഷം ആയി, ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ തോടിന്റെ നീളം എന്ന് പറയുന്നത് പടയാടുത്തിന് കിടക്കറ്റം വരെ 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരത്തിന്റെ ഇരുവശങ്ങളും താമസിക്കുന്നത് 500 കുടുംബങ്ങളുണ്ട്. ഒരു വെള്ളം പോലും ദൂരെ നിന്ന് പോയി കൊണ്ടുവന്ന് കുടിക്കാൻ അവർക്ക് മാർഗമില്ല. ഇങ്ങനെ ഒരു പരിസ്ഥിതിയാണ്. പാടശേഖരത്തിൽ നിന്ന് പുറന്തള്ളുന്ന വിഷം കലർന്ന ജലമാണ് കുളിക്കാനും തുണി നനയ്ക്കാനും ഉൾപ്പെടെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. കാലങ്ങളായി ഈ ജലം ഉപയോഗിക്കുന്നത് മാരക രോഗങ്ങൾ ബാധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും തോടുകളുടെ പുനരുദ്ധാരണത്തിനും നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഞങ്ങൾക്ക് വെള്ളം കൈനേരി പഞ്ചായത്തിന് വെള്ളമുണ്ട്, ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. നമ്മുടെ നെടുമുടി പഞ്ചായത്തിന് വെള്ളം കൂടെ തരുന്നേ ഇല്ല. ഇപ്പത്തെ കൈനേരി പഞ്ചായത്തിന് വെള്ളം ഞങ്ങൾ അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരാൻ ചോദിച്ചാൽ അവർ വരും തരത്തില്ലെന്ന്. കൈനേരി പഞ്ചായത്തിന്റെ വെള്ളമാണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവം. അത് ഞങ്ങൾ പറയണ്ടേ? ഞങ്ങൾക്ക് എന്തായാലും വെള്ളം തരണം. മണം കൊണ്ട് പോലും ഞങ്ങൾക്ക് ഇരിക്കാനൊക്കത്തില്ല. അതുപോലുള്ള വാടയാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി. പെരയ്ക്കകത്ത് പോലും ഇരിക്കാനൊക്കത്തില്ല ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.